പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി ആദർശമൊന്നും പറയാതെ പോയതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ജയൻ ഇങ്ങനെ ദേവയാനിയോട് പറയാണ്, എന്തിനാ ദേവയാനി കാര്യങ്ങൾ ഇത്രയും വരെ കൊണ്ടെത്തിച്ചത്? സത്യങ്ങൾ കുറച്ചുകൂടെ നേരത്തെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? നയനമോളാണെങ്കിൽ ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് മരിക്കാനും തയ്യാറായി നടക്കുന്ന ഒരു കുട്ടിയാണ്. അതിനെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് തള്ളിയിടണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ദേവയാനി ജയനോട് പറയാണ്, ഇനിയിപ്പോൾ അവൻ പോയി എൻ്റെ മകളെ തിരിച്ച് വിളിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ പോയി എൻ്റെ മകളെ വിളിച്ചു കൊണ്ടുവരും. എൻ്റെ കണ്ണടയുന്നത് വരെ എൻ്റെ മകൾ ഇവിടെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അത് പറയുന്ന സമയത്ത് അജയനൊക്കെ ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നീട് അജയനാണെങ്കിലും ജയനോട് പറയുന്നുണ്ടായിരുന്നു, ആദർശിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ, ഏട്ടത്തി സത്യമൊക്കെ തുറന്നു പറഞ്ഞെങ്കിലും ആദർശ് ഇങ്ങനെ സീരിയസ് ആണെന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശനും അതേ അഭിപ്രായമാണ് കേട്ടോ. പിന്നീട് കനകയും ഗോവിന്ദനും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആദർശിൻ്റെയും നയനയുടെയും കാര്യം തന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കനക പറയുന്നുണ്ടായിരുന്നു, ആദർശ് മോനെ ഒന്ന് പോയി കണ്ട് സംസാരിച്ചാലോ എന്ന്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, അത് വേണ്ട, അവിടെ ഇങ്ങനെ മൂർത്തി മുത്തശ്ശൻ്റെ പോലെ തന്നെയാണല്ലോ ആദർശ് മോനും, അതുകൊണ്ട് അവർക്ക് തന്നെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കാൻ അറിയാലോ, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ആദർശ് വരുന്ന കാണുമ്പോൾ തന്നെ നയനേനെ അവർ പെട്ടെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. കനക നയനമോളെ ആദർശ് മോൻ വന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയനി അവിടേക്ക് വരികയാണ്. ആദർശ് വന്ന് കയറിയ ഉടനെ തന്നെ പറയുന്നത്, ഞാനിവളെ തിരിച്ച് വിളിച്ചു കൊണ്ടുപോകാൻ വന്നതൊന്നുമല്ല, ഞാനൊരു ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നുണ്ട്, അതിലൊന്ന് സൈൻ ചെയ്യണം, അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും കേട്ടോ. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു, എല്ലാം ആദർശേട്ടൻ പറയുന്ന പോലെ ചെയ്യാം എന്ന് പറയും. അപ്പോഴാണ് കനകയും ഗോവിന്ദനും നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, പിന്നെ എന്താ പ്രശ്നം ഉണ്ടായതെന്ന് ചോദിക്കും. ആ സമയത്ത് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇങ്ങനെ ദേവയാനി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ കാര്യമൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശ്. അപ്പോൾ വലിയൊരു കള്ളാണല്ലോ നയന ആദർശിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത്, അതുകൊണ്ട് ഇനി ഒട്ടും നയനനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ, ഒരു ഡിവോഴ്സിനെ കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നയനയോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇപ്പോൾ സമയം ഉണ്ടാവുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് ആദർശിനെ വിളിച്ചുകൊണ്ട് നയന അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ കനയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, അവരിങ്ങനെ പക്വതയൊക്കെ ഉള്ളവരാണല്ലോ, അവരെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയും. പിന്നീട് ആദർശാണെങ്കിലും ഡിവോഴ്സിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ നയനയോട് പറയുന്നത്. അപ്പോൾ നയനിയാണെങ്കിലും ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടനെ എന്നെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ നിൻ്റെ മുഖം ഇപ്പം മനസ്സിൽ പോലും ഓർക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, എനിക്കങ്ങനെ തള്ളിക്കളയാനൊക്കെ പറ്റും എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ നയനിക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ആദർശേട്ടനോട് ചെയ്ത് എന്ന് ചോദിക്കും. അപ്പോൾ നീ ചെയ്ത തെറ്റെന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് ഇങ്ങനെ അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അമ്മ ഇപ്പം എന്നേക്കാളും കൂടുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അമ്മയും നീയും തമ്മിൽ സ്നേഹിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് ഇങ്ങനെ അമ്മ സ്നേഹിച്ച കാര്യം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ, നമ്മൾ ഒരു മുറിയിൽ കഴിഞ്ഞപ്പോൾ പോലും നീ അത് എന്നോട് തുറന്നു പറഞ്ഞില്ല. നിനക്ക് വേണമെങ്കിൽ അമ്മ അറിയാതെ എന്നോട് ഇങ്ങനെ രഹസ്യമായിട്ട് അത് പറയായിരുന്നല്ലോ, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണോ ആദർശേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ന് നയന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ എന്താ വിചാരിച്ചത്, ഞാൻ നിൻ്റെ പിറകെ നടന്ന് തന്നെയാണ് ഈ സത്യമൊക്കെ കണ്ടുപിടിച്ചത്. അമ്മ ഇങ്ങനെ നിന്നെ കാണാനായിട്ടായിരുന്നു പലപ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിരുന്നത്. പിന്നെ അത് മാത്രമല്ല, വിഷുവിൻ്റെ അന്ന് വന്നു, നന്ദുവിനെ യാത്രയാക്കാൻ വന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇതൊക്കെ അറിയാതെയാണ് ഞാൻ നടക്കുന്നതെന്ന് നീ വിചാരിച്ചോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ നിൻ്റെ പിന്നാലെ നടന്ന് സത്യം മനസ്സിലാക്കി അതിന് ശേഷമല്ലേ നീ എന്നോട് സത്യം തുറന്നു പറയാനായിട്ട് വന്നത്, എന്നോട് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. ആദർശാണെങ്കിലും ഡിവോഴ്സിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഈ ബന്ധം പിരിയണം എന്നില്ല എന്ന് പറയും. അപ്പോൾ ആദർശനാണെങ്കിലും ബന്ധം പിരിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയാണ് കേട്ടോ. പിന്നെ നീ എന്തിനാ അങ്ങനെ ഒരു കത്ത് എഴുതി വെച്ച് അവിടുന്ന് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ആ മുറിക്കുള്ളിൽ വെറുപ്പ് മുട്ടി കഴിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് നയനയാണെങ്കിലും ആദർശനോട് അങ്ങ് മാപ്പ് പറയുന്നുണ്ടായിരുന്നേ. കൈ ഇങ്ങനെ കൂപ്പി പിടിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും നയനയുടെ കയ്യിലങ്ങ് പിടിച്ചിട്ട് പിന്നീട് രണ്ടുപേരും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നോട് നല്ല ദേഷ്യമായിരുന്നു ആ സമയത്ത്, നീ എന്നോട് ഇങ്ങനെ സത്യം പറയാത്തതിൽ, അതുകൊണ്ട് നിന്നെ ഒന്ന് വീർപ്പ് മുട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിരുന്നു അത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും നിന്നെ ഇങ്ങനെ തള്ളിക്കളയാനൊന്നും ഇനി പറ്റില്ല. പിന്നീട് ദേവയാനിക്ക് കരൽ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും നയനയാണെങ്കിലും അത് ഇങ്ങനെ സമ്മതിക്കാതെ, ഇങ്ങനെ നീ എൻ്റെ അമ്മയ്ക്ക് കരൽ കൊടുത്തില്ലേ, അത് അന്ന് മുതൽ ഇങ്ങനെ ഞാൻ തീരുമാനിച്ചതാണ് നിൻ്റെ അടിമയായിട്ട് കഴിയുക എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നീ ഇങ്ങനെ സത്യം എന്നോട് തുറന്നു പറയാതിരുന്നപ്പോൾ എനിക്ക് നിന്നോട് നല്ല ദേഷ്യവും വെറുപ്പൊക്കെ ആയിരുന്നു എന്ന് പറയുകയാണ്. പിന്നീട് ആ കത്തൊക്കെ എഴുതി വെച്ച് അവിടെ നിന്ന് പോന്നപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ വന്നു. എന്നാലും ഇങ്ങനെ എല്ലാവരും കൂടെ എന്നെ പറ്റിച്ചതല്ലേ, അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന്
ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് നിന്നത് എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ കനകയും ഗോവിന്ദനൊക്കെ അതിന് കൂട്ട് നിന്നല്ലോ, അപ്പോൾ അവരും കൂടെ ഒന്ന് ടെൻഷൻ അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ സീരിയസ് ആയിട്ട് സംസാരിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശാണെങ്കിലും നയനയോട് പറയുകയാണ്, ഇപ്പം എന്നേക്കാൾ സ്നേഹം ഇങ്ങനെ അമ്മയ്ക്ക് നിന്നോടാണ്. അമ്മയ്ക്ക് നീ ഇല്ലാതെ ഇപ്പോൾ പറ്റില്ല. നീ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ തള്ളിക്കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ വരും എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ് കേട്ടോ. പിന്നീട് എന്തായാലും നയനയെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ആദർശ് വന്നത് തന്നെയാണ്. ഈ സമയം കനകയും ഗോവിന്ദനും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് നയനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശാണെങ്കിൽ അവരോട് പറയുന്നുണ്ട്, ഞാൻ ഇവളെ കൊണ്ടുപോവാണെന്ന് പറയും. അപ്പോൾ കനകയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കോടതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡിവോഴ്സിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ വീണ്ടും ആദർശ് പറയുന്നത്, അവരെ ഒന്ന് ടെൻഷനാക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് നയന ഇങ്ങനെ സത്യം തുറന്ന് പറയാത്തതിനെ കുറിച്ചൊക്കെ അവരോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എനിക്കിപ്പോൾ അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ ആദർശ് ആദ്യം അവരോട് പറയുന്നുണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് ടെൻഷനാക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ അല്ലേ എന്നെ ഇങ്ങനെ പറ്റിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയും. അമ്മ എന്നോട് എല്ലാ കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ആദർശിനോടാണെങ്കിലും നയന പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ അമ്മേൻ്റെ സ്നേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ എന്നെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ അമ്മേനെ ചീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ സത്യമൊന്നും ആദർശേട്ടനോട് തുറന്നു പറയാതിരുന്നത്. ആ സ്നേഹം അനുഭവിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നയനേനെ എന്തായാലും തിരിച്ചു കൊണ്ടുപോകാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കരുത് എന്നും കൂടെ ആദർശ് നയനയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്കും സന്തോഷമാവുന്നുണ്ട്, കനയ്ക്കും ഗോവിന്ദനും നയനേനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ. പിന്നീട് ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മോളോട് പറഞ്ഞതാണ് മോനോട് പറയണം എന്നുള്ളത്, പക്ഷേ മോൾ അതിന് കൂട്ടാക്കിയില്ല. ഞങ്ങളും ഈ അടുത്താണ് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ കനകയും അവരുടെ പിറകെ നടന്നു തന്നെയാണല്ലോ ഈ സത്യം തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതും കനക ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. പിന്നീട് അവർ സന്തോഷത്തോടു കൂടി യാത്രയൊക്കെ പറഞ്ഞ് പോരുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, മോനാണെങ്കിൽ വിഷുവിനും വന്നില്ല, നന്ദു പോകുന്ന അന്നും വന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നുള്ള സമയമില്ല. അവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ രോഗമുള്ളതല്ലേ, അപ്പോൾ അവരുടെ ടെൻഷനൊന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞ് പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കനയ്ക്കും ഗോവിന്ദനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് അനന്തപുരിയിൽ ഇതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ചർച്ച നടക്കുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അവൻ കാര്യങ്ങളെല്ലാം നല്ല പക്വതയോടുകൂടി തന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. പിന്നീട് ആദർശമൊന്നും പറയാതെ പോയതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ട്. ആ സമയത്ത് അവർ അതും കൂടെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അത് മാത്രമല്ല, ആദർശും നയനയും തമ്മിൽ ബന്ധം പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചിലർക്കൊക്കെ സന്തോഷമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം കൂടെ അവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, അത് കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിച്ചു കൊടുക്കുകയായിരുന്നു വേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമികയും ജാനകിയും ജലജയും കൂടെ അവിടേക്ക് വരികയാണ്. ജലജ വന്നിട്ട് ഇങ്ങനെ മുത്തശ്ശനോടാണ് കേട്ടോ സംസാരിക്കുന്നത്. ആദർശും നയനയും തമ്മിലുള്ള ബന്ധം പിരിയോ എന്നൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അച്ഛന് ഇങ്ങനെ അവനോടൊന്ന് സംസാരിച്ചുകൂടായിരുന്നോ, അച്ഛൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോൾ ഞാനിങ്ങനെ ആ കാര്യത്തിലൊന്നും ഇടപെടില്ല, അവർക്ക് അതിനുള്ള ഇങ്ങനെ അഭിപ്രായം എടുക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്നാണ് കേട്ടോ മുത്തശ്ശൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആദർശം നയനയും പിരിയും എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ അവർ നിൽക്കുന്നത്. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അച്ഛൻ സംസാരിച്ചില്ലെങ്കിലും അവന് ആദർശം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് പറയും. അപ്പോൾ നയന ഇങ്ങനെ ഇപ്പോൾ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയല്ലേ നഷ്ടം അവളെക്കാളും എന്ന് പറയാണ് കേട്ടോ. അവളാണല്ലോ ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെ ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാക്കി തരുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദർശിനോട് സംസാരിക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഇങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ, നീ ഇങ്ങനെ അത് ഏത് സമയത്തും പറയാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്തായാലും അവനോട് സംസാരിക്കും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശൻ നയനി അവിടേക്ക് വരും കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഹോണൊക്കെ കേൾക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയനിയും ആദർശും കൂടെ ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോൾ തന്നെ ജലജയ്ക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും ജാനകിക്കൊക്കെ അതൊരു ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ജാനകി അനാമികയും കൂടെ വായും പൊളിച്ചിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നല്ല സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് കയറി വരുന്ന ആദർശിനെയും നയനിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.